പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിന്റെ വിജയവും 2021 രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ കയറിയതിനു ശേഷമുള്ള സംഭവ വികാസങ്ങളുമെല്ലാം പരിശോധിക്കുമ്പോൾ ആരായിരിക്കും 2026 നടക്കുവാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം ഭരിക്കുവാൻ പോകുന്നത് എന്ന ചോദ്യത്തിന് ചില മറുപടികൾ ചില കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. ചിലർ പറയുന്നു അത് UDF തന്നെയെന്ന്, ചിലർ പറയുന്നു മൂന്നാം തവണയും ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തിൽ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഒരു കേരള സർക്കാർ രൂപീകരിക്കപ്പെടുമെന്ന്, ചിലർ പറയുന്നു BJP അധികാരത്തിൽ എത്തുമെന്ന്. 2024 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും 2024 നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലുമെല്ലാം BJPയുടെ കേരളത്തിലുള്ള വളർച്ചയെ തള്ളിക്കളയുവാൻ സാധിക്കുന്നതല്ല. എന്നാൽ പാലക്കാട് പോലെയുള്ള BJPയുടെ A ക്ലാസ് മണ്ഡലമെന്ന് BJP അവകാശപ്പെടുന്ന പാലക്കാട് നിയോജക മണ്ഡലത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ദയനീയമായ പരാജയത്തിലേക്ക്, ആ പരാജയത്തിന്റെ താഴ്വരയിലേക്ക് BJP കൂപ്പുകുത്തി വീണു എന്നുള്ളതും തള്ളിക്കളയുവാൻ സാധിക്കുന്നതല്ല. പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട് നഗരസഭ 10 വർഷമായി അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്ന BJPക്ക് ആ നഗരസഭയിൽ 1000ന്റെ താഴെ മാത്രം ഭൂരിപക്ഷത്തിൽ മുൻപോട്ട് പോകുവാനേ ആദ്യഘട്ടത്തിൽ സാധിച്ചിരുന്നുള്ളൂ. പിന്നീട് അങ്ങോട്ട് തകർച്ചയുടെ ഏറ്റവും വലിയ പടുകുഴിയിലേക്ക് BJP തകർന്നു വീഴുന്നു. 2024 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് BJP ഉണ്ടാക്കിയ മുന്നേറ്റം 2024 നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ തകർന്ന തരിപ്പണമായ ഒരു ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിച്ചത്. അതുകൊണ്ട് BJPക്ക് അധികാരത്തിൽ എത്തുവാൻ സാധിക്കുമോ എന്ന ചോദ്യം ഒരു ചോദ്യചിഹ്നമായി തന്നെ നിൽക്കുകയാണ്. ഇവിടെ ആരായിരിക്കും കേരളം ഭരിക്കുവാൻ പോകുന്നത് എന്ന ചോദ്യത്തിന് പ്രസക്തിയേറെയാണ്. 2021 പിണറായി സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം 5 ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നു. ആ 5 ഉപതെരഞ്ഞെടുപ്പുകളിൽ 4 വിജയിച്ചത് കോൺഗ്രസ് തന്നെയാണ്. അതുകൊണ്ട് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അധികാരത്തിലെത്തുവാൻ സാധിക്കുമെന്ന് പറയുവാൻ കഴിയുമോ? ഇല്ല. എന്തുകൊണ്ട്? 5 നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 4 കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റായിരുന്നു. ആ സിറ്റിംഗ് സീറ്റുകളിൽ തന്നെയാണ് UDF വിജയിച്ചത്. അതായത് നിലവിലുള്ള ശക്തി കേന്ദ്രങ്ങളിൽ നിലനിന്നു പോകുവാൻ കഴിയുന്ന കരുത്ത് കോൺഗ്രസിനുണ്ടെന്ന് സാരം. എന്നാൽ പരാജയപ്പെട്ടു പോയ ചേലക്കരയാകട്ടെ ഇടതുപക്ഷത്തിന്റെ കോട്ടയും. ഭരണവിരുദ്ധ വികാരമില്ല എന്ന് തെളിയിക്കുവാൻ കഴിയുന്ന ഒരു വിജയമാണ് ചേലക്കരയിൽ ഇടതുപക്ഷത്തിനുണ്ടായത് എന്ന ഇടതുപക്ഷം അവകാശപ്പെടുമ്പോൾ അത്തരത്തിൽ ഭരണവിരുദ്ധ വികാരമില്ല എന്ന് പറയുവാൻ സാധിക്കുമോ എന്ന ചോദ്യവും അവിടെ വരുന്നുണ്ട്. അതിന്റെ കാരണം 2021 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 40,000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു K രാധാകൃഷ്ണൻ അവിടെ വിജയിച്ചു വന്നത്. അതായത് 96 ചേലക്കരയിൽ MLA ആയി വിജയിച്ചു വന്ന അതേ K രാധാകൃഷ്ണന് 2021 ഭരണവിരുദ്ധ വികാരത്തിന് മറികടന്നുകൊണ്ട് 40,000 വോട്ട് ശേഖരിക്കുവാൻ കഴിഞ്ഞു. ആ ഭരണവിരുദ്ധ വികാരം കൂടിയെന്ന് അവകാശപ്പെടുന്ന UDFന് 10,000-ലേക്ക് വോട്ടിന്റെ ഭൂരിപക്ഷം കുറയ്ക്കുവാൻ സാധിച്ചു എന്നുള്ളതാണ് കോൺഗ്രസ് പറയുന്ന, അല്ലെങ്കിൽ UDF പറയുന്ന ഭരണവിരുദ്ധ വികാരം ചേലക്കരയിൽ ഉണ്ട് എന്ന അവകാശവാദത്തിന്റെ തെളിവ്. എന്നാൽ അതിന് ഇടതുപക്ഷം പറയുന്ന മറ്റൊരു മറുപടി, 2016 UR പ്രദീപ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചപ്പോൾ ലഭിച്ചതിനേക്കാൾ കൂടുതൽ വോട്ടുകൾ UR പ്രദീപ് 2024 ഉപതെരഞ്ഞെടുപ്പിൽ ഇതേ ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് കോൺഗ്രസ് മാധ്യമങ്ങളും കോൺഗ്രസ് നേതാക്കന്മാരും UDF നേതാക്കന്മാരും പറയുന്ന സാഹചര്യത്തിൽ നേടുന്ന സാഹചര്യം അത് ഇടതുപക്ഷത്തിന് കരുത്താണെന്ന് അവർ പറയുന്നു. എന്നാൽ മൊത്തത്തിലുള്ള വോട്ട് പരിശോധിക്കുമ്പോൾ അത് അങ്ങനെയാണോ എന്നും കണക്കാക്കേണ്ടതായിട്ടുണ്ട്. വയനാട്ടിൽ മാത്രമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് ഇടതുപക്ഷം ഒന്ന് പിന്നോക്കം പോയിട്ടുള്ളത്. പാലക്കാട്ട് കഴിഞ്ഞതിനേക്കാൾ 800-ലധികം വോട്ടുകൾ വർദ്ധിപ്പിക്കുവാൻ ഇടതുപക്ഷത്തിന് സാധിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് ഇടതുപക്ഷം അധികാരത്തിലെത്തുമെന്നും പറയാൻ സാധിക്കില്ല. രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷമുള്ള നിരവധി വിഷയങ്ങളിൽ സർക്കാരിന് മുഖച്ഛായയിൽ വലിയ ഭംഗം വന്നിട്ടുണ്ട്. അത് തിരിച്ചുപിടിക്കുവാൻ കഴിഞ്ഞ തവണത്തെ പോലെ കിറ്റിന് സാധിക്കുമെന്നും പറയുവാൻ സാധിക്കില്ല. ഇനി BJPക്ക് അധികാരത്തിലേറാൻ കഴിയുന്ന കരുത്ത് കേരളത്തിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നും പറയേണ്ടതായിട്ടുണ്ട്. ക്രിസ്തീയ മതവിശ്വാസികളെ കൂട്ടുപിടിക്കുവാനുള്ള തന്ത്രപരമായ നീക്കം എത്രമാത്രം ഫലം കാണുമെന്നതിനും ചോദ്യമുണ്ട്. ഇപ്പോൾ നിലവിൽ BJPക്ക് ശക്തി കേന്ദ്രമായി നിൽക്കുവാൻ കഴിയുന്ന ജില്ലകൾ തിരുവനന്തപുരവും പത്തനംതിട്ടയും പാലക്കാടും തൃശ്ശൂരും കാസർഗോഡും ഒക്കെയാണ്. അതല്ലാത്ത ജില്ലകളിലെല്ലാം ഇടതുപക്ഷവും കോൺഗ്രസും ഒക്കെ ശക്തി കേന്ദ്രങ്ങളായി നിലനിൽക്കുകയാണ്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 30 സീറ്റുകളിലധികമെങ്കിലും കോൺഗ്രസിന് പിടിക്കേണ്ടതായിട്ടുണ്ട്. അതിനോടൊപ്പം കോൺഗ്രസിൽ നിന്ന് ഒലിച്ചു പോകുന്ന കോൺഗ്രസ് വോട്ടുകൾ BJPയിലേക്ക് പോകുന്ന വോട്ടുകൾ തടഞ്ഞിടേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കൂടി അവലോകനം ചെയ്തുകൊണ്ടായിരിക്കും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അധികാരത്തിൽ കയറുവാൻ സാധിക്കുമോ എന്ന
പറയുവാൻ കഴിയുക. ആ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് തങ്ങൾക്ക് അനുകൂലമാകുന്ന രീതിയിലേക്ക് മാറ്റുവാൻ KPCC എല്ലാ തരത്തിലുമുള്ള മുന്നൊരുക്കങ്ങൾക്കും തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമല്ലാത്ത ഇടത് ശക്തി കേന്ദ്രങ്ങളിലും BJPക്ക് ശക്തിയുള്ള BJP രണ്ടാം സ്ഥാനത്ത് വന്നിട്ടുള്ള 11 മണ്ഡലങ്ങളിലും ശക്തരായ നേതാക്കന്മാരെ മുൻനിർത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ് KPCC. അതിൻ്റെ ആദ്യ ചുവടുവെപ്പ് എന്ന രീതിയിൽ പാലക്കാട്ടെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് സന്ദീപ് വാര്യർക്കും കെ മുരളീധരനും നേതൃത്വം നൽകുവാനുള്ള ഉത്തരവാദിത്വം നൽകിയിരിക്കുന്നു. അതിനോടൊപ്പം തന്നെ കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് പോയിട്ടുള്ള വോട്ടുകൾ തിരികെ പിടിക്കാനും അങ്ങനെ ഒഴുക്കുണ്ടെങ്കിൽ ആ ഒഴുക്ക് തടയുവാനും വേണ്ടിയുള്ള എല്ലാ സജ്ജീകരണ പ്രവർത്തനങ്ങളും ചെയ്യുവാൻ തയ്യാറെടുക്കുകയാണ് KPCC. എന്തായാലും തന്ത്രപരമായ ചില നീക്കങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന KPCCയുടെ നേതൃനിര ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിന് പ്രാദേശിക തലത്തിൽ ഏറ്റവും അടിത്തട്ടിൽ കോൺഗ്രസിനെ ശക്തിപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അത്തരത്തിൽ ശക്തിപ്പെടുത്തുമെങ്കിൽ മാത്രമേ 2026 കോൺഗ്രസിന് അധികാരത്തിലെത്താൻ സാധിക്കൂ. ഇല്ലെങ്കിൽ BJP ഒരു പ്രധാന ഘടകമായി നിന്നുകൊണ്ട് ശക്തമായ രീതിയിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കിയാൽ അത് കോൺഗ്രസിന് തിരിച്ചടിയാകുക തന്നെ ചെയ്യും.